പ്രൊമോഷൻ വീഡിയോ ചിത്രീകരണത്തിനിടെ വാഹനാപകടത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ ആൽവിനെ ഇടിച്ചത് ബെൻസ് കാറെന്ന് പോലീസ്. സാബിത്താണ് വാഹനം ഓടിച്ചിരുന്നത്. വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ല. ഇത് പ്രാഥമിക നിഗമനമായി പോലീസ് പറയുന്നു. ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേരുന്നു. ഇംതിയാസ്, ഈ ഓടിച്ചിരുന്ന വാഹനം അത് ബെൻസ് ആണെന്നും ബെൻസ് ഓടിച്ചിരുന്ന ആളെക്കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിക്കുകയാണ്. മാത്രമല്ല, ഇതിന് ഇൻഷുറൻസ് ഇല്ല എന്ന പ്രാഥമിക നിഗമനം കൂടിയുണ്ടല്ലോ. വിശദാംശങ്ങൾ എന്താണ് ഇംതിയാസ്? മൂത്തി, തീർച്ചയായിട്ടും അതായത് ഈ ആൽവിൻ്റെ മരണത്തിന് കാരണമായ വാഹനം ഏതാണ് എന്നതിലായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ആശയക്കുഴപ്പം. എന്നാൽ വ്യക്തമായ CCTV ദൃശ്യങ്ങൾ സഹിതം പോലീസ് ഇതിലൊരു വ്യക്തത വരുത്തിയിരിക്കുകയാണ്. അതായത് ബെൻസ് വാഹനമാണ്, മെഴ്സിഡസ് ബെൻസിൻ്റെ ഈ വാഹനമാണ് ആൽവിനെ ഈ പ്രൊമോഷൻ വീഡിയോ ചിത്രീകരണത്തിനിടെ ഇടിച്ചിട്ടത് എന്നാണ് പോലീസ് പറയുന്നത്. CCTV ദൃശ്യങ്ങൾ സഹിതമാണ് ഇവർ ഈ വാഹനത്തിൽ നിന്നും ആൽവിൻ ഇറങ്ങി വരുന്നതായിട്ട് ദൃശ്യങ്ങളിലുണ്ട് എന്ന വ്യക്തതയോടു കൂടിയാണ് പോലീസ് ഇതിലിപ്പോൾ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നത്. നേരത്തെ ഈ സംഭവത്തിൽ FIR ഇട്ട സമയത്ത് ഇതിൽ വാഹനം ഇടിച്ചത് ഡിഫൻഡർ വാഹനമാണ് ആൽവിനെ ഇടിച്ചത് എന്നുള്ള രീതിയിലായിരുന്നു പ്രാഥമികമായി FIR ഇട്ടിരുന്നത്. ഇതിലിപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുന്നു. മാത്രവുമല്ല, ഈ മെഴ്സിഡസ് ബെൻസിന്റെ ഈ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ല എന്ന ഒരു ഗുരുതരമായ പ്രശ്നം കൂടെ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ പറയുന്നത് നേരത്തെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഈ മൊഴികളിൽ ഇത്തരത്തിൽ മാറ്റി പറയാൻ കാരണമായത് ഈ മരിച്ച ആൽവിന് ഇൻഷുറൻസ് സംബന്ധമായ നഷ്ടപരിഹാരം കിട്ടില്ല എന്നുള്ള കാരണം കൊണ്ടാണ് ഇത്തരത്തിൽ മൊഴി മാറ്റി പറഞ്ഞത് എന്നും ഇപ്പോൾ പോലീസ് പറയുന്നുണ്ട്. അല്പസമയത്തിനകം ഒരു പക്ഷേ സ്റ്റേഷനിലെ CI മാധ്യമങ്ങളോട് കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുമാത്രവുമല്ല, ഇതിൽ ഇങ്ങനെയാണെങ്കിൽ തന്നെ ഈ ബെൻസ് ഇടിക്കുന്നു, ഇത്തരത്തിൽ ഇൻഷുറൻസ് ഇല്ല എന്ന കാര്യങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ തന്നെ നേരത്തെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റത്തിനായിരുന്നു നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. എന്നാൽ ഇൻഷുറൻസ് ഇല്ല, പൊതുനിരത്തിൽ നഗ്നമായ നിയമലംഘനം നടത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു വീഡിയോ ചിത്രീകരണം നടത്തുന്നു. അങ്ങനെയെങ്കിൽ ഇനി ഏതെല്ലാം കൂടുതൽ വകുപ്പുകൾ ചേർത്തുകൊണ്ട് ഈ കേസ് മുന്നോട്ട് ഒരു പക്ഷേ പോലീസ് കൊണ്ടുപോകും. അത് ഏതൊക്കെ വകുപ്പുകളാണ് എന്ന കാര്യത്തിൽ കൂടെ ഇനി വ്യക്തത വരുന്നത്. തൊട്ടപ്പുറത്ത് ഈ ഡിഫൻഡർ വാഹനമുണ്ട്. ഈ ഡിഫൻഡർ വാഹനം ഓടിച്ചിരുന്നത് ജീവനക്കാരനായിട്ടുള്ള, അതായത് ഈ 999 ഓട്ടോമോട്ടീവ് എന്ന സ്ഥാപനത്തിലെ ഉടമ സാബിത്തായിരുന്നു. ആ സാബിത്താണ് ഈ ബെൻസ് ഓടിച്ചിരുന്നത്. അവിടുത്തെ തന്നെ ജീവനക്കാരനായ റയീസ് എന്നയാളാണ് ഈ ഡിഫൻഡർ വാഹനം ഓടിച്ചിരുന്നത്. ഈ ഡിഫൻഡർ വാഹനവും അതുപോലെ തന്നെ ഉടമയായ സാബിത്ത് ഓടിച്ചിരുന്ന ഈ മെഴ്സിഡസ് ബെൻസിന്റെ ഈ വാഹനവുമായിരുന്നു ഈ വീഡിയോ ചിത്രീകരണത്തിനായി ഉപയോഗിച്ചിരുന്നത്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൃശ്യങ്ങളിലെല്ലാം കണ്ടതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഈ ബീച്ച് റോഡിന്റെ 2 വശങ്ങളിലായിട്ട് 2 കാറുകളും നിർത്തിയിടുന്നു. ഈ 2 കാറുകൾ വരുന്നതിനിടയ്ക്ക് ഈ ആൽവിൻ നിന്നുകൊണ്ട് ഈ വീഡിയോ ചിത്രീകരിക്കുന്നതായിരുന്നു ഈ സംഭവം എന്ന് പറയുന്നത്. ഈ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിൽ ഈ ബെൻസ് നേരെ ആൽവിനെ ഇടിച്ചു തെറിപ്പിക്കുന്നു. അങ്ങനെയാണ് ആൽവിൻ മരണപ്പെടുന്നത്. ഉടനെ തന്നെ ആശുപത്രിയിലൊക്കെ എല്ലാം എത്തിച്ചെങ്കിലും 11:30 ആൽവിൻ മരണപ്പെടുകയായിരുന്നു. ഇന്ന് ആൽവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം ഇന്ന് ബന്ധുക്കൾക്ക് ആൽവിന്റെ മൃതദേഹം വിട്ടു നൽകും. എന്തായാലും ഇതിൽ ഈ തുടർ നടപടികൾ സ്വീകരിക്കാൻ ഇനി മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരെല്ലാം എത്തി നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഉറപ്പായും ഇംതിയാസ് നേരത്തെ പറഞ്ഞതുപോലെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസെടുത്തിരുന്നത് എങ്കിൽ ഇനി അതിലൊരു പുനഃപരിശോധനയുടെ ആവശ്യമുണ്ട്. കാരണം ഇൻഷുറൻസ് പോലും ഇല്ലാത്ത വാഹനമാണ്. പൊതുജനങ്ങളുടെ ജീവന് ആപത്ത് വരുത്തുന്ന തരത്തിൽ റീൽസ് എടുക്കുന്നതിന് ഉപയോഗിച്ചു എന്നതാണ് ഇതിൽ ഉള്ള ഒരു കുറ്റം എന്ന് പറയുന്നത്.